തമിഴ്നാട്ടിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ജഡ്ജിയായി ശ്രീപതി മാറിയിരിക്കുന്നു. തിരുവണ്ണാമല സ്വദേശിനിയായ 23-കാരി തമിഴ്നാട് PSC നടത്തിയ സിവിൽ ജഡ്ജി പരീക്ഷയിൽ വിജയിച്ചാണ് ജഡ്ജി പദവിയിലേക്ക് എത്തിച്ചേർന്നത്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ശ്രീപതി ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളോടൊക്കെ പടവെട്ടിയാണ് മികച്ച വിജയം നേടിയത്. ശ്രീപതിയെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അഭിനന്ദിക്കുകയും ചെയ്തു. വിനയ് ഉണ്ണിയുണ്ട് വിവരങ്ങളുമായി. വിനയ്, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. 23 വയസ്സിൽ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയുക. അപ്പോൾ എത്രത്തോളം അവർ കഠിനാധ്വാനം ചെയ്തു, എത്രത്തോളം പ്രതിസന്ധികളെ മറികടന്നു? ദിവിഷ്, തീർച്ചയായും 23 വയസ്സിൽ ജഡ്ജി ആയിരുന്നതിലുപരി അവർ കടന്നു വന്ന ചുറ്റുപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദിവാസി സമൂഹത്തിൽ നിന്നും ഒരു വനിതാ ജഡ്ജി തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ശ്രീപതി നേട്ടത്തിലേക്ക് എത്തിയത്. കാരണം ദരിദ്രമായ ഒരു ബാല്യകാലമായിരുന്നു ശ്രീപതിയുടേത്. തിരുവണ്ണാമലയിലെ ഏലഗിരി എന്നൊരു മലമുകളിലായിരുന്നു അവരുടെ വീട്. പിന്നീട് പഠിച്ച് അവർ LLBയും LLM ഒക്കെ പാസ്സായി. പിന്നീട് വിവാഹിതയായി. രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് തൊട്ട് മുൻപാണ് ഈ പരീക്ഷ, അതായത് ഇത് സിവിൽ ജഡ്ജി പരീക്ഷയുടെ എക്സാം, അതായത് തമിഴ്നാട് PSC നടത്തിയ എക്സാമിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു ഈ രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം. ഈ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അവർ ചെന്നൈയിലേക്ക് കാറിൽ സ്വന്തം ഭർത്താവിനൊപ്പം വന്നുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതുകയും അതിൽ മികച്ച വിജയം നേടി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതാ ജഡ്ജിയായി ഇപ്പോൾ മാറിയിരിക്കുകയും ചെയ്ത് ഈ നേട്ടം കൈവരിച്ച ശ്രീപതിയെ തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദിക്കുന്നത്. സാമൂഹ്യനീതി എന്തെന്ന് പോലും പറയാൻ പറ്റാത്തൊരു വിഭാഗമായിരുന്നു തമിഴ്നാട്ടിൽ ഒരു കാലത്ത് ആദിവാസി വിഭാഗം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് സാമൂഹ്യനീതിയുടെ അല്ലെങ്കിൽ ആ നീതിയുടെ ഒരു പരമോന്നത പീഠത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതമായ ഒരു പീഠത്തിലേക്ക് ശ്രീപതി വന്നെത്തുന്നുള്ള ഒരു കാര്യവും ഇതിലെടുത്തു പറയേണ്ടതാണ്. നിരവധി പേർ ഇപ്പോൾ ശ്രീപതിയെ അനുമതിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ദിവിഷ്.